ഹലോ, ഇതപ്പം വെനസ്ഡേ മോർണിംഗിലെ വീഡിയോ ആണേ. അപ്പോൾ കാലത്ത് തന്നെ അമ്മമോളും അന്നമോളും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അപ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടറ്റോ ബാജിയും പൂരിയാണ് ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം പൂരിക്കുള്ളത് ഞാൻ കുഴച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കറിക്ക് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഞാൻ തലേ ദിവസം തന്നെ വേവിച്ച് കുക്കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആ ഒരു കണ്ടെയ്നർ. അതിൻ്റെ ലിങ്ക് വേണ്ടവർ ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ പൊട്ടറ്റോ ഇങ്ങനെ ഉടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അല്ലുക്കുട്ടൻ എണീച്ച് വന്നത്. അവൻ കുറച്ച് താമസിച്ച് പോയാൽ മതി കേട്ടോ. അവൻ 8:30 കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയാൽ മതി. അപ്പോൾ ഒരു 7:00 ആയപ്പോഴത്തേന് ആളിതായി എണീറ്റ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ പൊട്ടറ്റോ ഒക്കെ ഉടച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതങ്ങ് കറിയാക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്കിതാ പൂരിക്കുള്ളത് ഇതുപോലെ ഒന്ന് ഉണ്ടകളാക്കി മാറ്റി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാമല്ലോ. അത് ഉണ്ടകളാക്കി മാറ്റി വെച്ച സമയം കൊണ്ട് നമ്മളുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂരിക്കുള്ള എണ്ണയും അടുപ്പത്ത് വെച്ചിട്ടുണ്ടേ. അപ്പം സവോളയൊന്ന് വഴന്നു വന്നപ്പോഴേക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലമാവ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ ഗ്രേവി നല്ല തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നോക്കുകയുള്ളൂ. നല്ല ടേസ്റ്റുമാണ്. നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മളുടെ പൂരി ബാജി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്ത് വെച്ചത് നമ്മളുടെ കറിയുടെ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അത് വെള്ളം കുറവാണെന്ന് തോന്നിയുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഈ സമയം കൊണ്ട് നമ്മളുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ടായിരുന്നു. പരത്തി വെച്ച പൂരി നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതേ നമ്മളുടെ പൂരി ഒന്ന് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള അരിപ്പത്തവി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതുപോലെ എണ്ണ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ നമ്മുടെ പൂരി നന്നായിട്ട് ഇങ്ങനെ പൊങ്ങി വരും കേട്ടോ. ഈ ഒരു ട്രിക്ക് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ നോക്കിക്കോളൂ, നല്ല അടിപൊളി പൂരി നമുക്ക് തയ്യാറാക്കി കിട്ടാവേ. അങ്ങനെ ഞാൻ പൂരി ഓരോന്നായിട്ട് വറുത്ത് കോരി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ അത്ര ഹെൽത്തി ഒന്നുമല്ല പൂരി എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വല്ലപ്പോഴൊക്കെയാണ് നമ്മളും ഇവിടെ പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ ദേ പൂരി അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. പൊട്ടറ്റോ കറിയും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ, അടിപൊളിയാണ്.